അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രതയുള്ള പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം, ആ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലേക്കാണ് നമ്മളെ കടത്തിയിരിക്കുന്നത്. ഇന്ന് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, നാളെ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച പകൽ. അൽഹംദുലില്ലാഹ്, ലക്ഷോപലക്ഷം ഹാജിമാർ, ഏകദേശം 25-നും 30-നും ഇടയിൽ ഹാജിമാരുണ്ടാകും എന്നാണ് ഈ വർഷത്തെ ഹജ്ജ് മന്ത്രാലയം പറയുന്നത്. കാരണം കഴിഞ്ഞ വർഷം പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പുകാർക്ക് ഹജ്ജ് ചെയ്യാൻ സാധിച്ചില്ല, അതുകൊണ്ട് കുറച്ച് കുറവുണ്ടായിരുന്നു. ഈ വർഷം പ്രൈവറ്റ് ഹജ്ജുകാർ ഉൾപ്പെടെ ഗവൺമെന്റ് തലത്തിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഹാജിമാര് ഒഴുകി എത്തിയിരിക്കുകയാണ്. മാത്രമല്ല സ്വദേശികളും വിദേശികളുമായ എല്ലാ ഹാജിമാരും പരിശുദ്ധമായ ഹറമിൽ, അതായത് മക്കത്തെ പള്ളിയിലേക്ക് വന്നിരിക്കുന്നു. മദീനയിലുള്ള ആളുകളൊക്കെ മദീനയിലെ സിയാറത്തെല്ലാം കഴിഞ്ഞ് മക്കത്തെ പള്ളിയിലേക്ക് വരുന്ന ഒരു ദിവസം കൂടിയാണ്. ആദ്യത്തെ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നാളെ. അതോടൊപ്പം തന്നെ ഹജ്ജിന് തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ചയുമാണ്. അപ്പൊ രണ്ട് രൂപത്തിൽ നോക്കിയാൽ ആ പോരിശ മനസ്സിലാക്കി ലക്ഷോപലക്ഷം ഹാജിമാർ ഇന്ന് ആ പരിശുദ്ധമായ പുണ്യ ഭൂമിയിൽ ഇങ്ങനെ തടിച്ചുകൂടുകയാണ്. അള്ളാഹുവേ, എല്ലാ ഹാജിമാരെയും നീ കബൂലാക്കണേ അല്ലാ. ആ ഹാജിമാരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട്, അവർ ചെയ്യുന്ന പുണ്യമായ അമലുകൾ കൊണ്ട് അള്ളാഹുവേ, ആ മക്കത്തെ പള്ളിയുടെ, മദീനത്തെ പള്ളിയുടെ ഒക്കെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്കും ഈമാൻ നീ സലാമത്താക്കി തരണേ അല്ലാ. ഞങ്ങൾ ചൊല്ലുന്ന ഈ ദിക്റുകൾ നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് ഉമ്മമാരും വാപ്പമാരൊക്കെ പ്രത്യേകമായി ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കും. പ്രത്യേകിച്ച് കമന്റിലൂടെയൊക്കെ ഒരുപാട് വിഷമങ്ങൾ പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ഹജ്ജിന് പോയ ഹാജിമാരായ ഒരുപാട് സഹോദരന്മാരും സഹോദരങ്ങളും മക്കത്ത് വെച്ചും മദീനത്ത് വെച്ചൊക്കെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്നുണ്ട്. പ്രത്യേകമായി ദ്വാരക്കണമെന്നൊക്കെ കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കും. അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലും ദിക്റും സ്വലാത്തും ദുആയും എല്ലാം അല്ലാഹു ഉയർന്ന രൂപത്തിൽ സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. വെള്ളിയാഴ്ച രാവാണ്. ഒരു സ്വലാത്ത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹജ്ജിലൂടെ ഉദ്ഹിയ്യത്തിലൂടെയൊക്കെ ഓർക്കുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവിടുത്തെ കുടുംബത്തെയുമാണ്. അല്ലാഹു തആല ആദരിച്ച, ബഹുമാനിച്ച വലിയൊരു കുടുംബമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബം. അപ്പോൾ ആ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനൊക്കെ ഗുണം ചെയ്തതുപോലെ അള്ളാഹുവെ, മുത്ത് ഹബീബിനും അവിടുത്തെ കുടുംബത്തിനും ആലിനും അസ്ഹാബിനൊക്കെ നീ ഗുണവും രക്ഷയും കൊടുക്കണേ എന്നുള്ള അർത്ഥം വരുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്, സ്വലാത്തുകളുടെ നേതാവ്, രാജാവാണ് ഇബ്രാഹിമിയ സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് ആ സ്വലാത്ത് നമുക്കൊന്ന് പറഞ്ഞാലോ? ഇബ്രാഹിമിയ സ്വലാത്ത് പല രൂപത്തിലും പല ലഫ്ലുകൾ ചേർത്തിട്ട്, പല വാക്കുകൾ സയ്യിദിന എന്നൊക്കെയുള്ള വാക്കുകൾ ചേർത്തിട്ട് പല രൂപത്തിലും നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് ഞാനൊക്കെ നമ്മുടെ മദ്രസയിൽ പഠിച്ച ഒരു രൂപമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ഒന്നിച്ചു ചൊല്ലാം. അല്ലാഹു തആല ഈ സ്വലാത്തിന്റെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നൽകി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു, اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم
وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇബ്രാഹിം നബിയുടെ ഒരു ദുആ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ അമലുകൾ, അതായത് വിശുദ്ധമായ കഅബയുടെ പണി പൂർത്തീകരണം ഒക്കെ നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദുആയാണ്. നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹുവേ നീ സ്വീകരിക്കണേ എന്ന് മനസ്സിൽ കരുതിയിട്ട് ഈ ദുആ പറഞ്ഞാൽ എല്ലാവിധ ഖൈറും കിട്ടും. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദുആ പറയാം. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت
അന്തത്തവ്വാബുർ റഹീം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം. വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട് അല്ലേ? ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട്. നമുക്ക് ഖുർആനിൽ വളരെ പ്രാധാന്യത്തോടെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നൊരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ എന്നറിയോ? ദുനിയാവും ആഖിറവും അതുപോലെ നമ്മുടെ ഖബറും മഹ്ശറയും എല്ലാം വിജയിച്ച് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടാൻ ഒരൊറ്റ ദുആയിൽ എല്ലാം പറയുന്നൊരു ദുആ, എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ദുആ. പറഞ്ഞോ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي
الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ഹാജിമാര് തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ദിക്റുകൾ അവർ പറയാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിക്ർ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അതായത് ഈ ഓരോ തവാഫിൻ്റെ ഇടയിലും വ്യത്യസ്തമായ ദിക്റുകളും അതുപോലെ തന്നെ തസ്ബീഹുകളൊക്കെ പറയൽ. ഒരു ഇന്നാലിൻ്റെ ദിക്ർ തന്നെ പറയണം അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഏത് ദിക്ർ വേണമെങ്കിലും പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിക്ർ മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത് ഇതാണ്. ഇത് പറഞ്ഞാൽ കടലിൻ്റെ നുരയോളം തെറ്റുകൾ ചെയ്തവനാണെങ്കിലും അതൊക്കെ പൊറുക്കപ്പെടുമെന്നാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞോ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد
وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. നമ്മുടെ ഹാജിമാർക്ക് വേണ്ടിയുള്ള ആ ഒരു വളരെ ശ്രേഷ്ഠമായ ഒരു ദുആയുണ്ട്. അവർക്ക് സപ്പോർട്ടായിട്ടുള്ളൊരു ദുആ. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ദുആ എന്ന് പറഞ്ഞാലോ, അവരുടെ ഹജ്ജ് സ്വീകരിക്കണം, അവരുടെ ഉംറ സ്വീകരിക്കണം, അവരുടെ സിയാറത്തും എല്ലാം അല്ലാഹു തആല കബൂലാക്കണം. ഇൻഷാ അല്ലാഹ് ആ ദുആ നമുക്കൊന്ന് പറയാം. അവർക്ക് വേണ്ടിയുള്ള ദുആയാണ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അവർ നമുക്ക് വേണ്ടിയൊക്കെ ദുആരക്കും. ഇൻഷാ അല്ലാഹ് ഖൈറാവട്ടെ. അപ്പോൾ നമുക്ക് ദുആരുന്നാലോ? പറഞ്ഞോ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വഉംറത ഉമ്മാരിനാ ഉംറതം മബ്റൂറാ വസഅയ സാഈനാ സഅയം മഷ്കൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വഉംറത ഉമ്മാരിനാ ഉംറതം മബ്റൂറാ وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. പരിശുദ്ധമായ ഈ ഒരു ദുൽഹിജ്ജ മാസത്തിൽ
നരകമോചനം ചോദിക്കണം, സ്വർഗപ്രവേശനം ചോദിക്കണമെന്നാണ്. അള്ളാഹുവേ നരകമോചനം തരണയല്ലാ, സ്വർഗപ്രവേശനം തരണയല്ലാ. നമുക്കൊന്ന് ചോദിച്ചാലോ? അല്ലാഹുമ്മ അജിർനീ മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അജിർനീ മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അജിർനീ മിനന്നാർ وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. الحمد لله. അള്ളാഹു താല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് എല്ലാം അള്ളാഹു താല അർഹമായ പ്രതിഫലം നമുക്ക് തന്ന് നമ്മളെ സന്തോഷിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 രാവുകളിൽ പ്രത്യേകമായി ഓതൽ നല്ലതാണ്, ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന സൂറത്തുൽ ഫജ്ർ. ആ സൂറത്തുൽ ഫജ്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു വട്ടം എല്ലാവർക്കും ഒന്നിച്ച് ഓതാം. ഇൻഷാ അല്ലാഹ് ഇനി നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ തന്നെ മതി. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആ സൂറത്തുൽ ഫജ്ർ ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് മൊത്തത്തിലൊന്ന് വേഗത്തിൽ ഓതാം. അല്ലാഹു തആല ഈ സൂറത്തുൽ ഫജ്ർ ഓതുമ്പോൾ കിട്ടുന്ന പ്രതിഫലം എന്താണോ അതും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഓദിക്കോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد
إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله العظيم. അൽഹംദുലില്ലാ, നമ്മൾ സൂറത്തുൽ ഫജ്ർ ഓതിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്കിനി നേരെ ദുആയിലേക്ക് കിടക്കാം. ദുആയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫാത്തിഹ അതൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നേരെ ദുആയിലേക്ക് കിടക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا
أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما رب ارحمهما كما ربياني صغيرا അർഹമുർ റഹീമീനായ കരുണയുള്ള റബ്ബേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ ഞങ്ങളുടെ ദിക്ർ ഔറാദുകളെ നീ ഖബൂലാക്കണേ റഹ്മാനെ അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു മജ്ലിസായി ഖബൂലാക്കണേ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് അബദ്ധങ്ങൾ ചെയ്തവരാണ് എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഉസ്താദുമാര് ഭാര്യ സന്താനങ്ങൾ കൂട്ടുകാര് നാട്ടുകാര് എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാർ എല്ലാവർക്കും നീ ഖൈർ ബറകാത്തുകൾ കൊടുക്കണേ അല്ലാഹുവേ ഈ സദസ്സിലുള്ള ഉമ്മമാരെ സ്വീകരിക്കണേ യാമീൻ പറയുന്ന വാപ്പമാരെ സഹോദരന്മാരെ കബൂലാക്കണേ അല്ലാഹു ഞങ്ങളുടെ മജ്ലിസ് മുടങ്ങാതെ കാണുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും ഉണ്ട് അർഹമായ പ്രതിഫലം അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ചൊല്ലേണ്ട പറയേണ്ട ഒരുപാട് ദിക്ർ ഔറാദുകളുണ്ട് എല്ലാം നീ കബൂലാക്കി ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ വലിയ സ്ഥാനങ്ങൾ നൽകണേ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളോട് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ രോഗങ്ങൾക്ക് ശിഫാ കൊടുക്കണേ മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ ഉള്ളത് മുഴുവൻ വിറ്റ് തുലച്ചാലും മാറാത്ത മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങൾ നീ അല്ലാഹുവേ ഞങ്ങളുടെ ഈമാനിന് നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ അല്ലാഹുവേ പടച്ചവനെ ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ രോഗങ്ങളുണ്ടോ പ്രശ്ന പ്രയാസങ്ങളുണ്ടോ എല്ലാം നീ മാറ്റി കൊടുക്കണേ കടങ്ങളുള്ളവരുടെ കടങ്ങൾ മാറ്റണേ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ മക്കളില്ലാതെ വിഷമിക്കുന്നവർ അല്ലാഹുവേ ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് പേരുടെ വീട് പണി നടക്കുന്നു എളുപ്പത്തിലാക്കണേ പടച്ച റബ്ബേ വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് ആളുകൾ വലിയ പ്രശ്നത്തിലാണ് സങ്കടത്തിലാണ് എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാം എല്ലാം നീ മാറ്റി സലാമത്ത് അവർക്കും ഞങ്ങൾക്കും നൽകണേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ ഞങ്ങളുടെ മക്കൾ അല്ലാഹുവേ പുതിയ അധ്യയന വർഷം സ്കൂളുകളിലേക്ക് പോകുകയാണ് റബ്ബേ ഉന്നതമായ പഠനം അവർക്ക് നീ കൊടുക്കണേ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊടുക്കണേ നല്ല മക്കളാക്കി തരണേ അവരുടെ ഭാവി കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ ഞങ്ങൾക്കെല്ലാവർക്കും ഈമാനും ഇഖ്ലാസും തഖ്വയും തരണേ അല്ലാഹുവേ മരണം വരെ നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടുത്തണേ ഖളാ ആക്കാതെ നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ ഈ ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിക്കുന്ന ആദരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ ഞങ്ങൾക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് തരണേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിനായി പോയിട്ടുള്ള ഹാജിമാർ ഹജ്ജുമ്മമാർ അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തും മഖബൂലും മബ്റൂറുമായി നീ സ്വീകരിക്കണേ അല്ലാഹുവേ പടച്ചവനെ ഈ വർഷത്തെ മുഴുവൻ ഹാജിമാരുടെ ഹജ്ജും നീ ഖബൂലാക്കണേ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് വലിയ സങ്കടം പറഞ്ഞിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളാണ് അല്ലാഹു എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ ദിക്ർ ഔറാദുകളുടെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിത്തരണേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, കഴിയുന്നവർ പങ്കെടുക്കുക. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും
വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അർഷദ് ബദ്രി ഉസ്താദിന്റെ അടുത്ത വീഡിയോ. ഉളഹിയത്തുമായി ബന്ധപ്പെട്ട് നമുക്കൊരുപാട് സംശയങ്ങൾ ഉണ്ടാകും അല്ലേ? ഉളഹിയത്ത് എപ്പോഴാണ് അറുക്കേണ്ടത്, എങ്ങനെയാണ് അറുക്കേണ്ടത്, ആരാണ് അറുക്കേണ്ടത്, അതുപോലെ ഉളഹിയത്തിൻ്റെ നീയത്ത് എങ്ങനെയാണ്, ഈ ഷെയർ ചേരുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഷെയർ ചേർന്ന ആളുകൾ 7 വർഷം തുടർച്ചയായി ഷെയർ ചേരണമെന്ന് അങ്ങനെ നിയമമുണ്ടോ, അങ്ങനെ പലരും പറയുന്നത് കേട്ടു. അതുപോലെ സ്ത്രീകളായ ഞങ്ങൾക്ക് ഉളഹിയത്ത് അറുക്കാമോ ഉസ്താദെ എന്നൊരു സഹോദരി ചോദിച്ചു. അതിനുള്ള വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. മരണപ്പെട്ട എൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടി, മരണപ്പെട്ട എൻ്റെ വാപ്പാക്ക് വേണ്ടി ഉളഹിയത്ത് അറുക്കാമോ? അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഈ ഉളഹിയത്തിൻ്റെ ഇറച്ചി കൊടുക്കാമോ? നമുക്ക് ഉളഹിയത്തിൻ്റെ ഈ മാംസം കഴിക്കാമോ? ഗൾഫിലുള്ള ആളുകൾ ഷെയർ ചേരുന്ന സമയത്ത് അവരിവിടെ അറുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവണോ? അത് നിർബന്ധമാണോ? എങ്ങനെയാണ് ഷെയർ ചേരുക എന്നുള്ള വിശദമായ ചർച്ച കേൾക്കുകയാണ്, പഠിക്കുകയാണ്. ഈ വീഡിയോ കാണാൻ ഈ കാണുന്ന ബോക്സിലായി കാണുന്ന യൂട്യൂബിന്റെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഇപ്പോൾ കാണാൻ സമയമില്ലാത്തവർക്ക് ഈ വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ മറ്റോ ഷെയർ ചെയ്ത് വെച്ച് പിന്നീട് സമയമുള്ളപ്പോഴും കാണാവുന്നതാണ്. മറക്കാതെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, വീഡിയോ കാണൂ.